മറ്റ് വാർത്തയിലേക്ക്. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക പീഡന കേസ് കർണാടക ഹൈക്കോടതി റദ്ദാക്കി. എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രഞ്ജിത്ത് സമർപ്പിച്ച ഹർജിയിലാണ് കോടതി വിധി. 2012 ബംഗളൂരു വിമാനത്താവളത്തിനടുത്തുള്ള താജ് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് യുവാവ് നൽകിയ പരാതിയിലുണ്ടായിരുന്നത്. യുവാവ് പരാതിയിൽ പറയുന്ന താജ് ഹോട്ടൽ ആ സമയത്ത് പ്രവർത്തനം തുടങ്ങിയിരുന്നില്ല എന്ന രഞ്ജിത്തിന്റെ അഭിഭാഷകന്റെ വാദം കോടതി അംഗീകരിച്ചു. ഷബീർ അമർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷബീർ, എന്തൊക്കെ നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി? സംവിധായകൻ രഞ്ജിത്തിനെതിരായ യുവാവിന്റെ ലൈംഗിക പീഡന പരാതിയിൽ നിർണായക ഇടപെടലാണ്, നിർണായകമായ ഒരു വിധിയാണ് കർണാടക ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള യുവാവാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ പീഡന പരാതിയുമായി രംഗത്ത് വന്നത്. 2012 സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ബംഗളൂരുവിലെ സ്റ്റാർ ഹോട്ടലിൽ വെച്ച് തന്നെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നായിരുന്നു യുവാവിന്റെ പരാതി. ഈ പരാതിയിൽ ബംഗളൂരു എയർപോർട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും രഞ്ജിത്തിനെതിരായി നടപടികൾ പോലീസ് ആരംഭിക്കുകയും ചെയ്തിരുന്നു. മൊഴിയെടുക്കൽ അടക്കമുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്നു. തുടർന്നാണ് ഈ കേസ് എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രഞ്ജിത്ത് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രധാനമായും ഈ ഹർജിയിൽ രഞ്ജിത്തിന്റെ അഭിഭാഷകൻ വാദിച്ചത് യുവാവ് പരാതി നൽകിയ സംഭവത്തിൽ പറയുന്ന ഹോട്ടൽ 2012 പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല. 2016 4 വർഷങ്ങൾക്കിപ്പുറമാണ് ഈ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ ഈ പരാതി വ്യാജമാണ് എന്ന ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഒപ്പം തന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 12 വർഷങ്ങൾക്ക് ശേഷമാണ് യുവാവ് പരാതിയുമായി രംഗത്ത് വരുന്നത്. ഇതും സംശയാസ്പദമാണ് എന്നതടക്കമുള്ള വാദങ്ങളാണ് രഞ്ജിത്തിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചിരുന്നത്. ഈ വാദങ്ങൾ അംഗീകരിച്ചാണ് രഞ്ജിത്തിനെതിരായ ഉള്ള എഫ്ഐആർ റദ്ദാക്കാനുള്ള വിധി ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. നേരത്തെ ഈ കേസിൽ രഞ്ജിത്തിനെതിരായുള്ള ക്രിമിനൽ നടപടിക്രമങ്ങൾ കോടതി തടഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ റദ്ദാക്കാനുള്ള ഹർജി അംഗീകരിച്ചുകൊണ്ട് ഈ എഫ്ഐആർ റദ്ദാക്കിയിരിക്കുന്നത്. അമൃത.